ഹായ് ഗായ്സ്, നമ്മളെല്ലാവരും ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടില്ലേ? അതുപോലെ ഒരു വെറൈറ്റി ഡിഷായ ചട്ടി ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിക്ക് 4 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഇടിയപ്പം നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ പതുക്കെ അത് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുത്ത ഓരോ ഉരുളകൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെച്ചിട്ട് ഇടിയപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു 4-5 ഇടിയപ്പമൊക്കെ വെച്ചിട്ട് ഈ ചട്ടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 4 ഇടിയപ്പം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പരത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ലെയറായിട്ട് വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. കുറച്ച് വലുതാക്കി ഉണ്ടാക്കാം. ഈ ഇടിയപ്പം നമ്മൾ ഒരാവിത്തട്ടിൽ വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. ഈ തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാലായിരിക്കണം. അതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ചട്ടിയിലേക്ക് നമുക്കത് സെറ്റ് ചെയ്യാൻ ഒരു വാട്ടിയ വാഴയില എടുത്ത് വെച്ച് അതിലേക്ക് ഒരു ഇടിയപ്പം വെക്കുക. അടുത്ത ലെയർ ഞാൻ ചിക്കൻ ഫ്രൈ ആണ് വെച്ച് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഫ്രൈയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ തേങ്ങാപ്പാൽ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഫ്രൈയുടെ മുകളിൽ ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ലെയർ ഒരു ഇടിയപ്പം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. വീണ്ടും നമ്മൾ ഈ കുറുകിയ തേങ്ങാപ്പാൽ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ മുകളിലും സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിന് മുകളിലായിട്ട് ഞാൻ 2 ഇടിയപ്പമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കണം തേങ്ങാപ്പാൽ. അപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ കിട്ടും. ഇടിയപ്പം നല്ല കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്ത സവാളയും റേസിൻസും ഇട്ടാൽ നമ്മുടെ ചട്ടി ഇടിയപ്പം റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.